ഒന്നായൊരു മനമോടെ അണയാമീ അൾത്താരയിൽ. അലിയാമൊരു ബലിയാകാം ഈ യാഗവേദിയിൽ. ദാഹമോടെ മോദമോടെ തിരുനാഥനൊപ്പം ഒരു ബലി കൂടി. ദാഹമോടെ മോദമോടെ തിരുനാഥനൊപ്പം ഒരു ബലി കൂടി. ഈശോയോടൊപ്പം നന്ദിയോടെന്നും സ്നേഹത്തിൻ മേശയ്ക്കു ചുറ്റും അനുരഞ്ജിതരായി അണിചേരാ. ഒന്നായൊരു മനമോടെ അണയാമീ അൾത്താരയിൽ. അലിയാമൊരു ബലിയാകാം ഈ യാഗവേദി. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രത്യേകമായി വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി
പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാമിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാമിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. രക്ഷകനായ ഈശോയുടെ വളർത്തുപിതാവും സംരക്ഷകനുമായി വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച മാർ യൗസേപ്പിനോടൊപ്പം നിർമ്മല ഹൃദയത്തോടെ ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം
വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. അനവധ്യൻ മമനാഥാനിൻ മഹിമക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവ് സ്ഥിതമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉറപ്പിക്കുന്നവനും ആത്മാക്ലിഷ്ടിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 41, 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്.
ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. വിദൂരതകളിലേക്ക് നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ഷണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. കൃമിയായ യാക്കോബേ, ഇസ്രായേലിയരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധനാം മാർയൗസേപ്പിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധനാം മാർയൗസേപ്പിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുധനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധനാം മാർയൗസേപ്പിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധനാം മാർയൗസേപ്പിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നുള്ള വായന 10-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുൻപിലുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുവാനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു, അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ്. അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനഘോഷം തുടങ്ങുകയായി, വചനമാരി പെയ്യുകയായി, ഹൃദയമാകും വയലിൽ കതിരുപോൽ വിളയട്ടെ. വിൻവചനം തിരുവചനം, വചനഘോഷം തുടങ്ങുകയായി, വചനമാരി പെയ്യുകയായി, ഹൃദയമാകും വയലിൽ കതിരുപോൽ വിളയട്ടെ. നിൻവചനം തിരുവചനം, നിൻവചനം കൊണ്ടു ഞങ്ങൾ ധന്യരായി തീർന്നിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻവചനം കൊണ്ടു ഞങ്ങൾ ധന്യരായി തീർന്നിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1, 18 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശുവെന്ന് പേരിട്ടു. മിശിഹായ്ക്ക് സ്തുതി.
ആദ്യമേ തന്നെ ഏവർക്കും ഒത്തിരി സന്തോഷത്തോടു കൂടെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഏറെ ഹൃദയവായ്പോടുകൂടെ നേരുകയാണ്. ലെറ്റ് മോം സ്ലീപ്പ് എന്ന് പറയുന്നൊരു ക്യാപ്ഷനോടുകൂടെ ഒരു പിക്ചറുണ്ട്. ആ പിക്ചറിൽ ഉണ്ണിയായിട്ടുള്ള ഈശോ കിടന്നുറങ്ങുന്നതും പരിശുദ്ധ അമ്മ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്നതും, എന്നാൽ ഈ ഉറങ്ങുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണിയേശുവിനും കാവലായിട്ട് ഉണർന്നിരിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഒരു ചിത്രമാണ്. അതിൻ്റെ ക്യാപ്ഷൻ ലെറ്റ് മോം സ്ലീപ്പ്, അമ്മ ഉറങ്ങട്ടെ. പലപ്പോഴൊക്കെ ഇന്നുണ്ടാകുന്ന ചിന്തയിൽ നിന്ന് വിഭിന്നമായിട്ട്, ഇന്നത്തെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഉള്ള ഈ ഒരു ചിത്രം നമ്മെ പഠിപ്പിക്കുക വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വലിയ കാവലും വലിയ കരുതലുമാണ്. തീർച്ചയായിട്ടും വിശുദ്ധ ഔസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഈ കാവലിൻ്റെ വലിയ അർത്ഥമുണ്ട്, വലിയ പാഠമുണ്ട്. അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പ്രാർത്ഥന കൊണ്ടും തൻ്റെ പ്രബോധനം കൊണ്ടൊക്കെ വളരെയേറെ ഫേമസ് ആക്കിയിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അത് ഉറങ്ങുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഒരു ചിത്രമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, താൻ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന് മുൻപിലെ അപേക്ഷകൾ വയ്ക്കുമ്പോൾ അതിൽ ഡിലേ വരികയാണെങ്കിൽ അത് കിടന്നുറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപത്തിനടിയിൽ ഒരു കുറിപ്പിൽ എഴുതിയിട്ട് അവിടെ വയ്ക്കും. ഉടനെ കാര്യം സാധിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. അങ്ങനെ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപവും ഒരുപാട് വിശ്വപ്രസിദ്ധി നേടി എന്നുള്ളതാണ് സത്യം. വിനായക് നിർമ്മൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട്, അമ്മ എന്ന പുഴയെക്കുറിച്ച് ധ്യാനിച്ച് അപ്പൻ എന്ന കടലിനെ ഞാൻ മറന്നുപോയി. അമ്മ എന്ന പുഴയെ ധ്യാനിച്ച് അപ്പൻ എന്ന കടലിനെ ഞാൻ മറന്നുപോയി. പലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് പലപ്പോഴും കൂടെ സന്തത സഹചാരിയായിട്ട്, ഒരു ഭർത്താവായിട്ട്, ഒരു അപ്പനായിട്ട്, വളർത്തുപിതാവായിട്ട്, സഭയുടെ സംരക്ഷകനായിട്ട് തീർന്ന വിശുദ്ധ ഔസേപ്പിതാവിനെ മറന്നു പോകുന്നൊരവസ്ഥ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് ഈ മരണത്തിരുനാൾ കർത്താവിൻ്റെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഔസേപ്പിതാവിൻ്റെ മൂല്യത്തെക്കുറിച്ച്, ജീവിതത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് അല്പസമയം പരിശ്രമിക്കാം. ഒരിക്കലേ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവൻ ഇങ്ങനെയാണ് വന്ന് പറഞ്ഞേ, അച്ഛാ, എൻ്റെ അപ്പനും അമ്മയും അധ്യാപകരാണ്, വലിയ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്, എൻ്റെ അമ്മ ഒരു സ്കൂളിലെ ടീച്ചറാണ്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും പോകുന്ന പോലെയൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ ശൈലി, അവരുടെ പേഴ്സണാലിറ്റി, എനിക്ക് എൻ്റെ വ്യക്തിത്വമുണ്ട്, എൻ്റെ മൂല്യങ്ങളുണ്ട്, എൻ്റെ നിലപാടുകളുണ്ട്. അപ്പൻ അമ്മയുടെ പോലെ ഒന്ന് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു 9ാം ക്ലാസ്സുകാരൻ്റെ വാക്കുകളാണ്. പ്രിയമുള്ളവരെ, സ്വന്തം അപ്പൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കാനായിട്ട് മകന് വെല്ലുവിളിയാണ്, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും അവിടെയുള്ള അധ്യാപകരാകട്ടെ, അനധ്യാപകരാകട്ടെ, കൂട്ടുകാരാകട്ടെ, എല്ലാവരും പറയും, എല്ലാവരും കമ്പയർ ചെയ്യും, നീ അപ്പനെ പോലെ ആകണമെന്ന്, നീ അപ്പനെ പോലെ ആകണമെന്ന്. എന്നാൽ ഈശോയ്ക്ക് ഒരുപാട് ചീത്തപ്പേരുകളുണ്ടായിരുന്നു. അവൻ പാപികളുടെ കൂടെ നടക്കുന്നവനാണ്, അവൻ ചുങ്കക്കാരുടെ തോളത്ത് കയറ്റി നടക്കുന്നവനാണ്, അവൻ പാപിനിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നവനാണ്, ഒരുപാട് തെമ്മാടികളെ സ്വന്തമാക്കിയവനാണെന്ന് പറഞ്ഞിട്ട് കർത്താവിനെ പലപ്പോഴും പലരും പഴിചാരിയിട്ടുണ്ട്. കർത്താവിന് ഇത് വെല്ലുവിളിയായിരുന്നു. കാരണം വിശുദ്ധ ഔസേപ്പിതാവിന് വിശുദ്ധ ഗ്രന്ഥം തന്നെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നൽകുന്ന ഒരു അഡ്ജക്റ്റീവ്, നാമവിശേഷണം എന്ന് പറയുന്നത് അവൻ നീതിമാനാകിയാലും അവൻ സ്വന്തം ഭാര്യയെ അപമാനിതയാക്കാനായിട്ട് ആഗ്രഹിക്കാനും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിശുദ്ധ ഔസേപ്പിതാവ് ഈശോയുടെ ജീവിതത്തിന് വലിയൊരു വെല്ലുവിളിയായിട്ട് നിലനിന്നിരുന്നു. എന്നാൽ ഈശോ വിശുദ്ധ ഔസേപ്പിതാവ് നിശബ്ദത പാലിച്ചിട്ട് ജീവിതത്തിലെ ബോധ്യങ്ങളെ സ്വന്തമാക്കിയതുപോലെ തന്നെ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ആ നിശബ്ദതയ്ക്ക് മറ്റൊരു അർത്ഥമുണ്ടെന്ന് ഈ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചവനാണ് കുരിശിൽ മരിച്ചുത്ഥാനം ചെയ്ത കർത്താവ് ഈശോ മിശിഹ. കർത്താവ് ഈ ബോധ്യങ്ങളൊക്കെ സ്വന്തമാക്കിയ തൻ്റെ അപ്പനായിട്ടുള്ള വിശുദ്ധ ഔസേപ്പിതാവിൽ നിന്ന്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്, നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. സ്വന്തം ഇഷ്ടമല്ല, ആ നിദ്ര വരെ ഒരു പക്ഷേ സ്വന്തം ഇഷ്ടമാത്രം പ്രവർത്തിച്ച ഒരു ഔസേപ്പിതാവ്, പക്ഷേ ആ നിദ്രയ്ക്ക് ശേഷം കർത്താവിൻ്റെ ദൂതൻ്റെ ഇടപെടലിന് ശേഷം
ദൈവഹിതം മാത്രം പ്രവർത്തിച്ച ഒരു യൗസപിതാവിൻ്റെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് പ്രിയമുള്ളവർ, ഈ മരണത്തിരുന്നാളിൽ നമ്മിൽ നിന്ന് വിശുദ്ധ യൗസപിതാവും ആവശ്യപ്പെടുക. നീ ട്രാൻസ്ഫോം ചെയ്യണം. നിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്കുള്ള ഒരു പ്രയാണം, ഒരു യാത്ര, അത് നിന്നിൽ നിന്ന് വിശുദ്ധ യൗസപിതാവും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. വിശുദ്ധ യൗസപിതാവ് ഒന്നാമതായിട്ട് അവൻ കുടുംബങ്ങളുടെ കാവൽക്കാരനാണ്. കുടുംബങ്ങളുടെ കാവൽക്കാരൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റി പോകുമ്പോൾ ഒരു അപ്പന് സ്വന്തം ഭാര്യയുടെ കാവൽക്കാരനാകാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പനും അമ്മയ്ക്കും മക്കളുടെ കാവൽക്കാരനാകാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഉണ്ണീശോയെ കൊണ്ട് യാത്രകൾ തിരിക്കേണ്ടി വന്നപ്പോൾ, പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ ഒക്കെ ഒരുപാട് വേദനകളും യാതനകളും ഒക്കെ അനുഭവിച്ച വിശുദ്ധ യൗസപിതാവ് ഒരിക്കലും അവരെ ഒറ്റപ്പെടുത്തിയിട്ടില്ല, വേർപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കാവൽക്കാരനായിട്ട് മാറി. കർത്താവ് ഈശോ മിശിഹ പരിശുദ്ധ അമ്മയെ, വിശുദ്ധ യൗസപിതാവിനെ ആവോളം സ്നേഹിച്ചെങ്കിൽ ഇന്നത്തെ തലമുറയുടെ മക്കള് വിശുദ്ധ യൗസപിതാവിനെയും പരിശുദ്ധ അമ്മയെയും ഈശോ സ്നേഹിച്ചതുപോലെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച് പരസ്പരം കുടുംബങ്ങളുടെ കാവൽക്കാരാകാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ. രണ്ടാമതായിട്ട് വിശുദ്ധ യൗസപിതാവ് അത് സഭയുടെ കാവൽക്കാരനാണ്. സഭയുടെ കാവൽക്കാരൻ. സഭയുടെ ഭൗതിക ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന ശരീരത്തിലൂടെയാണ് രക്ഷ കൈവന്നത്. കർത്താവ് ഈശോ മിശിഹ 3 ആടികളിൽ ആകാശത്തിനും ഭൂമിക്ക് മധ്യേ ഉയർത്തപ്പെട്ടിട്ട് ഏൽ ഏൽ ലമാ സബക്താനി എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും ആ കുരിശിലൂടെ ഒഴുകി വന്ന തിരുനിണം അത് ലോകം മുഴുവൻ രക്ഷയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അത് മിശിഹായുടെ ഭൗതിക ശരീരത്തിലൂടെ സഭയ്ക്ക് കൈവന്ന വലിയൊരു രക്ഷയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയും, ഇതാ നിന്റെ അമ്മ, ഇതാ സഭയുടെ അമ്മ. ഈ സഭയുടെ അമ്മയെ കാത്ത് സംരക്ഷിച്ച വിശുദ്ധ യൗസപിതാവ് സഭയാകുന്ന മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഹെറോദേസിന്റെ വധഭീഷണിയിൽ നിന്ന് പോലും സംരക്ഷിച്ച വിശുദ്ധ യൗസപിതാവിൻ്റെ കാവൽക്കാരനാകാനായിട്ടുള്ള, സഭയുടെ കാവൽക്കാരനാകാനായിട്ടുള്ള വലിയൊരു വിളിയും ദൗത്യവും. മൂന്നാമതായിട്ട് വിശുദ്ധ യൗസപിതാവ് ബ്രഹ്മചാരികളുടെ കാവൽക്കാരനാണ്. ബ്രഹ്മചാരികളുടെ കാവൽക്കാരനാണ്. ഒരു പക്ഷേ ഇന്ന് ലിവിങ് ടുഗദറുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. നമ്മുടെ മക്കളെ എത്രമാത്രം വിവാഹത്തിന് മുൻപ് ബ്രഹ്മചര്യത്തിൽ ജീവിക്കുന്ന മക്കളാണ്. വിവാഹത്തിന് ശേഷമാണെങ്കിലും ബ്രഹ്മചര്യം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവ് ഭാര്യയോട് കാണിക്കുന്ന ഒരു ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വമുണ്ട്. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് കാണിക്കുന്ന, ഭർത്താവുമായി മാത്രം ചേരുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു ബ്രഹ്മചര്യമുണ്ട്. ബ്രഹ്മത്തിൽ ചരിക്കാൻ, കർത്താവിൽ ചരിക്കാൻ, കർത്താവിൽ വിശ്വസിക്കാൻ, കർത്താവിൽ എല്ലാം ആശ്രയം വയ്ക്കാനായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടോ എന്നുള്ളതാണ്. ഒപ്പം ഇന്ന് ദൈവവിളികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ബ്രഹ്മത്തിൽ ചരിക്കാനായിട്ട്, സന്യാസവ്രതങ്ങളെ സ്വീകരിക്കാനായിട്ട് സെമിനാറുകളിലേക്ക്, മഠങ്ങളിലേക്കും ഒക്കെ ദൈവവിളികളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ ഈ വിശുദ്ധ യൗസപിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കണം. അവൻ ബ്രഹ്മചാരികളുടെ കൂടെ കാവൽക്കാരനാണ്. പ്രിയമുള്ളവരെ, നാലാമതായിട്ട് വിശുദ്ധ യൗസപിതാവ് തൊഴിലാളികളുടെ കാവൽക്കാരനാണ്. ചിലപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചിലരൊക്കെ തഴഞ്ഞ് മാറ്റി നിർത്താറില്ലേ, ഇവൻ്റെ ജോലി പോരാ, വൈറ്റ് കോളർ ജോബല്ല. പലപ്പോഴൊക്കെ വൈറ്റ് കോളർ ജോബിനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പുതുതലമുറയാണിന്ന്. പക്ഷേ ജോലി ഏത് തന്നെയായാലും, അധ്വാനം ഏത് തന്നെയായാലും അതിന് മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ. ഏതൊരു അധ്വാനത്തിനും അതിൻ്റെ മഹിമയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട്, ആദരവ് കൊടുക്കാനായിട്ട്, ബഹുമാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അതും യൗസപിതാവിൻ്റെ വലിയൊരു പഠനമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അഞ്ചാമതായിട്ട് വിശുദ്ധ യൗസപിതാവ് നന്മരണ മധ്യസ്ഥനാണ്. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസപിതാവ്. ഞാൻ ചിന്തിക്കും, വിശുദ്ധ യൗസപിതാവിനേക്കാളും ഭാഗ്യപ്പെട്ട മരണം മറ്റൊരു വ്യക്തിക്കും കിട്ടിയിട്ടില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ഈശോയുടെ പരിചരണങ്ങൾ ഏറ്റിട്ട് മരിക്കാനായിട്ടുള്ള വലിയൊരു മഹത്തായിട്ടുള്ള ഭാഗ്യം അത് സ്വന്തമാക്കിയവനാ നമ്മുടെ വിശുദ്ധ യൗസപിതാവ്. എന്തൊരു ഭാഗ്യം ചെന്നവനാ. ആ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു അംശം നമുക്ക് സ്വന്തമാക്കാനായിട്ട് വിശുദ്ധ യൗസപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് നിമിഷം നമ്മുടെ ജീവിതം തീരാൻ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. വിശുദ്ധ യൗസപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല മരണം സ്വന്തമാക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന്. ഒരു പക്ഷേ ഒറ്റൊരു ചോദ്യം കൂടിയുണ്ട്. വിശുദ്ധ യൗസപിതാവ് നീതിമാനാണ് എന്ന് വചനം പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു. അവൻ നീതിമാനാണ്, നീതിമാനാകിയാൽ ഭാര്യയോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. എന്നിട്ടും എന്തുകൊണ്ടാണ് വിശുദ്ധ യൗസപിതാവിന് സഹിക്കേണ്ടി വന്നത്, വേദനകൾ ഏറ്റെടുക്കേണ്ടി വന്നത്, പലായനം ചെയ്യേണ്ടി വന്നത്? തൻ്റെ പുത്രൻ്റെ മരണം നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും എന്തുകൊണ്ടാണ് തൻ്റെ പുത്രൻ
ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉറ്റവരാലും ഉടയവരാലും ഒക്കെ ഒറ്റപ്പെട്ടിട്ട് മറ്റുള്ളവരൊക്കെ നിന്ദിക്കപ്പെട്ടിട്ട് ഈ കുരിശിനെ മരിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു അപ്പൻ്റെ ഹൃദയത്തിന് സഹിക്കേണ്ടി വന്നത്? അവൻ നീതിമാനായിരുന്നില്ല. എന്തുകൊണ്ട് നീതിമാൻ സഹിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരിക്കലും ഫുൾട്ടൻ ഷീൻ നല്ലൊരു അടിപൊളി പ്രസംഗമൊക്കെ പറഞ്ഞിട്ട് സങ്കീർത്തിയിലെത്തി വിശുദ്ധ കുർബാനയുടെ കുപ്പായൊക്കെ മാറിയിട്ട് ഇറങ്ങിയപ്പോൾ ഒരമ്മ ചോടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ നിങ്ങളുടെ ദൈവമൊന്നുമില്ല, അച്ഛാ നിങ്ങളെ പ്രസംഗിച്ച ദൈവമൊന്നുമില്ല. എന്നിട്ട് ഈ അമ്മച്ചി നിലവിളിച്ച് കരയുകയാണ്. എന്താ അമ്മച്ചിയെ? ഇപ്പം ഈ ബിഷപ്പിൻ്റെ ഷോൾഡർ പിടിച്ച് കുലുക്കിയിട്ട് ഈ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ വെറും 35 വയസ്സുള്ള ഒരു മകനായിരുന്നു. അവൻ പള്ളിയിലെ കൈക്കാരനായിരുന്നു. അച്ഛന്മാരുടെയൊക്കെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിട്ട് മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് കുമ്പസാരിച്ചിട്ടുള്ള ഒരു പയ്യനാ. പക്ഷേ അവൻ വാഹനാപകടത്തിൽ മരിച്ചു. അച്ഛാ എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളുടെ ദൈവമൊന്നുമില്ല. ഫുൾട്ടൻ ഷീൻ ആ അമ്മയുടെ തോളത്ത് കൈയിട്ടിട്ട് ചേർത്ത് പിടിച്ചിട്ട് ആ അമ്മയോട് പറഞ്ഞു, അമ്മേ, വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കർത്താവ് കിടന്ന് പിടഞ്ഞിട്ട് പിതാവേ പിതാവേ അപ്പ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു ഉത്തരം കൊടുത്തിട്ടില്ല. അതാണ് നമുക്കുള്ള ഉത്തരം. അതാണ് നമുക്കുള്ള ഉത്തരം. എന്തുകൊണ്ട് നീതിമാൻ സഹിക്കുന്നു? കർത്താവ് നമ്മുടെ കൂടെയുണ്ടാകും. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വലിയ മാധ്യസ്ഥം തേടി ഈ മരണ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ വളർത്തി വലുതാക്കിയ, ഈശോയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയ വിശുദ്ധ ഔസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മേ, മാതാവേ, മാതാവിനെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിച്ച് മാതാവിൻ്റെ ജീവൻ പോലും സംരക്ഷിച്ച വിശുദ്ധ ഔസേപ്പ് പിതാവേ, കുടുംബങ്ങളുടെ കാവൽക്കാര, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സ്വന്തമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ കാവൽക്കാരനായിട്ട് നീ ഉണ്ടാകണമേ. ഏത് നിമിഷം മരിക്കാമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നല്ല മരണത്തിനായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഔസേപ്പ് പിതാവേ, അങ്ങ് മരിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടന്ന് ഈശോയുടെ പരിചരണങ്ങളേറ്റ് കൂദാശകളെ സ്വീകരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ആ ഭാഗ്യപ്പെട്ട മരണം ഞങ്ങൾക്ക് നൽകണമേ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രതീക്ഷയോടാനന്ദ ചിത്തരായി സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാം. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം തൂകിടണേ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ദാരിദ്ര്യ ദുഃഖമകറ്റിയവനിയെ സമ്പൽ സമൃദ്ധമായി പാലിക്കണേ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. വീടുറ്റ നീതിയും നിർമായ സ്നേഹവും മാനവരാശിയിൽ പൂവിടട്ടെ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ മാറിയ ഔസേപ്പിൻ്റെ സംരക്ഷണയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന ഈശോയെ, അനുസരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന ചുമതലകൾ എൻ്റെ വളർത്തുപിതാവിനെ പോലെ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ
നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ ഈ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ബലിപീഠത്തിൽ ഏകിടുന്നു ഞാൻ ഏകാന്തശൂന്യമാം എൻ്റെ ജീവിതം. നിറമിഴിപ്പൂക്കളും സങ്കടങ്ങളും അവിടുത്തെ കാസയിൽ കാഴ്ചയേകുന്നു. അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ കാത്തിരിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായേയും സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാം. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ ചൊരിയുവിൻ
സർവശക്തനാമേകദൈവമേ വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ ലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാമേക ദൈവമേ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും കൃതദൈവമാ സത്യദാതനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാം യേശുദൈവജൻ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയാം അങ്ങിലൂടവേ മധ്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മധ്യരൂപമാർന്നികേ കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവീ മണ്ണിലൊത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ ഒടുവിലെത്തുമീ മഹിയിൽ അന്നു വിധിയുമാ സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരാ താതനിൽ നിന്നെന്ന പോലെ സുതനിൽ ഇന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമായി ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനം സഭാ ശ്ലൈഹിക പ്രഭാവമാർന്നു സാർവജനീനം പാപമോചനം തരുന്ന സ്നാനവും ഏറ്റുചൊൽവു സാദരം ഞങ്ങളേവരും മർത്യമുക്തിയാമുയർപ്പു നിത്യജീവനും ഏറ്റുചൊൽവു പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തനാമേക ദൈവമേ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിക്കിസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപൊലീത്തമാരും മെത്രാമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരിമാർ എന്നിവരുടെയും ഓർമ്മയിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാധ്യതയും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ ഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുവെക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തിരുമാദിസ് വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് വീഴ്ത്തി നിശബ്ദരായി ഏകാഗ്രയുടെ ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. രാജാധിരാജനു കീർത്തനം പാടുന്നു, മാലാഖവൃന്ദങ്ങളേറ്റു പാടുന്നു. ഭൂതലവാസികവാമോദമാടുന്നു, ദാവീദിൻ പുത്രനെന്നും ഓശാന. ഹോശാന, ഹോശാന, സ്വർഗീയ രാജൻ ഹോശാന, ഹോശാന പാടും ഹോശാന, വിണ്ണിൻ മഹേശന് ഹോശാന, 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 സ്വർഗീയ രാജൻ ഹോശാന, ഹോശാന പാടും ഹോശാന, വിണ്ണിൻ മഹേശന് ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ
അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൽ നിന്ന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക പങ്കുകാരാക്കോ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങൾ സമുദ്ധരിക്കുകയും ബദലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവിശുദ്ധനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതർശനായ മാർ ആൻഡ്രൂസ് പിതാവിന് വേണ്ടിയും മാർ ടോണി മാർ ജേക്കബ് പിതാക്കന്മാർക്ക് വേണ്ടിയും പുരോഹിതമാർ, ശംശാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരി എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങൾ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദിസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മേലെ വാനിൽ മാലാകമാർ വാഴ്ത്തും ദൈവം നീയല്ലോ. താഴെ ഭൂവിൽ തിരുവോസ്തിയിൽ വാഴും ദൈവം നീയല്ലോ. നിന്നെ സ്തുതിക്കാം, നിത്യം പുകഴ്ത്താം, നിന്നെ ആരാധിക്കാം യേശുവേ. എന്നും എന്നും നിന്നെ സ്തുതിക്കാം, നിത്യം പുകഴ്ത്താം, നിന്നെ ആരാധിക്കാം യേശുവേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ യേശുവിന്റെ അമൂല്യമായ ശരീരത്തിനെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനന്താപ്ലോകനത്തോടെ അവരാൽ നിന്ന് പിന്തിരിഞ്ഞും പാവനകുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ
ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമാനസായി ദിവ്യരഹസ്യം നിതരാ ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനി വീണവും തിരുമയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്താനത്തിനു മധുപോൽ ജീവനും കാരണമായിടുവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ മധ്യസ്ഥനായ മറിയൂസേപ്പേ, നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾ തിന്മയിൽ നിന്ന് സംരക്ഷിതരായി കർത്താവിന് ഹല്ലേലൂയ പാടി സ്തുതിക്കട്ടെ. സഹോദരരെ, നിത്യജീവൻ നൽകുന്ന തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ
ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധമാനിക ഭാവത്താൽ ശത്രുവും പരിശുദ്ധവും ജീവിതായകം ദൈവികമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കോട്ടെ നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവേ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ നിയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, തിരുകുടുംബത്തിൻ്റെ പാലകനായ മാറിയ ഔസേപ്പിൻ്റെ ഓർമ്മദിനത്തിൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവൻ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നിന്നെ പാലിച്ചു വളർത്തിയ മാനവ പിതാവിനെ പോലെ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുവാനും ജീവിതസാക്ഷി നൽകുവാനും ഞങ്ങളെയും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും. അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകും ഞാനേവം നാഥനരുൾ ചെയ്തു. ബലിയിൽ പങ്കാളികളമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും
നൽകും ദൈവികമാ ശുദ്ധിയേഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങൾ മോചനം കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമൂല്യം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാദനു സമ്മോദം. നിറച്ച പാവനധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാ കുരിശിൻ പാത പുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിലുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിനുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹന ദീപം നീ, ധരയുടെ ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ. നാഥാ, ഞങ്ങളിൽ കനിയേണമേ. മിശിഹാ കർത്താവേ, നരകുല പാലകനെ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമേലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം, പരിമളമേലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമരത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയ ഔസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസവരച്ചവരും സുഹൃതങ്ങളെ തീക്ഷണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായ തിരുസഭനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ഔസേപ്പിൻ്റെ സുഹൃതങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ലോകത്തിൻ വഴികളിലുഴലാതെ, പാപത്തിൻ പാതകൾ പുണരാതെ, ദൈവത്തിൻ പരിമള പൂവനിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ. മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ, കരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമോടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാറിയ ഔസേപ്പിൻ്റെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധം ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഭാഗ്യപ്പെട്ട മാറിയ ഔസേപ്പ് പിതാവേ, ഈശോ മിശിഹായെ വിശ്വസ്തയോടെ അനുകരിച്ചവൻ അങ്ങേ പക്കലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെയും കരങ്ങളെയും തിരിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സഹായം അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മീകവും ശാരീരികവുമായ സകല ആവശ്യങ്ങളും ഒരു ഭാഗ്യമരണവും വിശേഷിയായി ഇപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നന്മയും അതിനു പുറമെ ഇവിടെ വെച്ചിരിക്കുന്ന അപേക്ഷപ്പെട്ടിയിൽ ഏതെല്ലാം നിയോഗങ്ങൾക്കായി അപേക്ഷകൾ നിക്ഷേപിച്ചിട്ടുണ്ടോ ആ നിയോഗങ്ങളും സഫലമാകുവാൻ വേണ്ട പ്രസാദപരം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങേ മാധ്യസ്ഥ്യം വഴിയായി ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിൻ്റെ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. മഹത്വമേറിയ മാറിയ ഔസേപ്പേ, ഈശോ മിശിഹായുടെ നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അപേക്ഷകൾ സാധിച്ചു തരികയും ചെയ്യണമേ. മഹത്വമേറിയ മാറിയ ഔസേപ്പേ, ഈശോ മിശിഹായുടെ നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അപേക്ഷകൾ സാധിച്ചു തരികയും ചെയ്യണമേ. മഹത്വമേറിയ മാറിയ ഔസേപ്പേ, ഈശോ മിശിഹായുടെ നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അപേക്ഷകൾ സാധിച്ചു തരികയും ചെയ്യണമേ. ഈശോ മറിയം യൗസേപ്പേ, എൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഈശോ മറിയം യൗസേപ്പേ,
മരണവേദനയുടെ സമയത്ത് എന്നെ സഹായിക്കണമേ. ഈശോ മറിയം യൗസേപ്പേ, സമാധാനത്തിൽ നിങ്ങളോടുകൂടെ എൻ്റെ ആത്മാവിനെ കയ്യാളിപ്പാൻ മനോഗുണം ചെയ്യണമേ. ലുത്തിനിയ, കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാത് കൂദാശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ വിശ്വസ്ത കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്ത പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ധീരനായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ തലവനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും പരിശുദ്ധനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും കീഴ്വഴക്കമുള്ള വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേലക്കാരുടെ ദൃഷ്ടാന്തമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതക്കാരുടെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീനക്കാരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അയാളെ തന്റെ ഭവനത്തിന് അധികാരിയായി നിയമിച്ചു, തന്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. വാക്കിലടങ്ങാത്ത അങ്ങേ മുൻ നിശ്ചയത്താൽ വിശുദ്ധ ഔസേപ്പിനെ ഞങ്ങൾക്ക് പിതാവായി നൽകുവാൻ തിരുമനസ്സായ ദൈവമേ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാതൃക അനുകരിച്ച് വിനയത്തിനും വിശുദ്ധിയിലും വളർന്നു വരുവാനും ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നീതിബോധവും സദാചാരനിഷ്ഠയും ഞങ്ങൾ ഉജ്ജീവിപ്പിക്കണമേ. സ്വർഗത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന് മധ്യസ്ഥനായി ലഭിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിത്യകാലം ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസവും സ്നേഹത്തോടും കൂടെ കർത്താവെ അങ്ങേ ആരാധിക്കുന്നുവെന്ന് ഏറ്റുപറയാം. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗത്തിനിറങ്ങി ജീവനുള്ളപ്പം ഞാനാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവനേക്കും ജീവിക്കുമെന്നരുൾ ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഒടുവിലത്തെ താഴവേളയെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക നൽകിയ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഭക്ഷിക്കുന്നവരെല്ലാം ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുവാൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തിരുസഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും മറ്റെല്ലാ മെത്രാന്മാരെയും സന്യാസിനികളെയും ആത്മീയ പ്രേക്ഷിതരെയും സമൃദ്ധം അനുഗ്രഹിച്ചുകൊണ്ട് തിരുസഭയെ പരിപുഷ്ടമാക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏകതൊഴുത്തും ഏകടയിലുമാകാൻ ആഗ്രഹിച്ചുകൊണ്ട്
എല്ലാവരും സഭയിലേക്ക് സ്നേഹപൂർവ്വം വിളിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത പാപ്പം നീ, നിത്യമഹോന്നത പാപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ, നിത്യമഹോന്നതമാപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.